ശരീരത്തിന് വേണ്ടത് പ്ലഷർ, സുഖം, അതാണ് കറക്റ്റ്. സുഖം. ശരീരത്തിന് വേണ്ടത് സുഖമാണ്. ഈ മനസ്സിന് വേണ്ടത് വേണമെങ്കിൽ സാധാരണ രീതിയിലുള്ള സന്തോഷം എന്ന് പറയാം. എന്നാൽ ആത്മാവിന് വേണ്ടത് ആനന്ദമാണ്. ആനന്ദം. ഇത് മൂന്ന് ലെവലാണ്. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരിക്കൽ കൂടെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മൺഡേ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഈ ആഴ്ച മുഴുവനും ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പൂർണ്ണഹിതം ഈ ആഴ്ച നമ്മുടെ ജീവിതങ്ങളിൽ നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും കർത്താവ് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും നമ്മളും അതിൻ്റെ ഭാഗമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ഒരു സീസണാണ് ബ്ലെസ്സിങ് ടുഡേ കുടുംബത്തിൽ നടക്കുന്നത്. സോ ഈ പ്രാർത്ഥനയുടെ സീസണിലേക്ക് നമുക്കും ഒരുമിച്ച് ലീൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് അതിലേക്ക് ചേർന്ന് നിൽക്കാം. അതിലൂടെ നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ കർത്താവ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാലും ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നൊരു കോ സ്പോൺസറാണുള്ളത്, വെൽ വിഷർ ഫ്രം എറണാകുളം. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി വെൽവിഷറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം ഈ ഭവനത്തിൽ വരുവാൻ, എല്ലാ ഹൃദയങ്ങളിലും വരുവാൻ വേണ്ടി ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കർത്താവ് ഇവരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ കുടുംബാംഗങ്ങൾക്ക് ബന്ധങ്ങളിൽ കർത്താവ് നല്ല രീതിയിൽ നല്ല പോലെ മുൻപിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഈ ആഴ്ച നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ദുബായിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. സോ അതിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ബാംഗ്ലൂർ വെച്ച് നമുക്ക് ഈ വരുന്ന വെള്ളിയാഴ്ച ഗ്യാതറിംഗ് നടക്കുകയാണ്. അത് ഇംഗ്ലീഷിലുള്ള നമ്മുടെ സർവീസാണ്. ബാംഗ്ലൂരിൽ കൊത്തന്നൂരിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഈമാൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂലൈ 20 മൺഡേ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ? ചില സ്ഥലങ്ങളൊക്കെ അല്പം വ്യത്യാസം കാണും. എനിവേ, ഐ എം സോ ഹാപ്പി. ഇന്നത്തെ കാര്യങ്ങളിലോട്ട് കയറുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ 6 മാസം പിന്നിട്ടു, 7-ാം മാസം ഈ വീക്കിലേക്ക് 4th വീക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രിൻ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അവർ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ, ചിലരുടെ പേരുകൾ എനിക്ക് ടൈപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു സുധിമോൾ, മോർണിംഗ് ഗ്ലോറിക്കായി എന്നും കാത്തിരിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുന്ന സുധിമോൾ, താങ്ക് യു സോ മച്ച്. അടുത്തത് സണ്ണി പി, എന്നുമുള്ള മോർണിംഗ് ഗ്ലോറിക്ക് നന്ദി എന്ന് പറയുന്ന സണ്ണി പി, താങ്ക് യു സോ മച്ച്. പിന്നെ സ്ഥിരമായി കമൻ്റ് ഇടുകയും ഞാൻ എന്ത് പറയുന്നു അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്ന കുറേ മോർണിംഗ് ഗ്ലോറി സ്റ്റാർസ് ഉണ്ട്. പേരുകൾ ഞാൻ വായിക്കാൻ പോകുക. പൊന്നമ്മ ജോൺ, എനിക്ക് പേഴ്സണലി അറിയാം. ഒരുപക്ഷെ ആ പ്രായത്തിലുള്ളവർ കാണിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഡിജിറ്റലി, സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന പൊന്നമ്മ ജോൺ, താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളവരുടെ പേരുകൾ വായിക്കണം. ജലജ, റൂബി റോയ്, ജോയ്മ ജോർജ്, ആനി ജോസഫ്, ബിനുലേഖ, മഞ്ജുമോൾ റോയ്, മേരി മാത്യു, രാജി സോമൻ, ഗീത സുകുമാർ, ലേഖ മനോജ്, ഡെയ്സി സോജൻ, സോനി ലൂയിസ്, രമ്യ കെ, അശ്വതി, ലത, വിബീഷ്, താങ്ക് യു സോ മച്ച്. ഇതൊന്നും അല്ലട്ടോ, ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ വായിക്കുന്നില്ല. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് റെക്കഗ്നൈസ് ചെയ്ത ഒരു ലിസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച്. ഇവർ മാത്രമല്ല, റെഗുലറായി കാണുന്നവർ, പല രാജ്യങ്ങളിൽ നിന്ന്, പല കോണ്ടിനെൻറ്റ്സിൽ നിന്ന്, പല ടൈം സോണുകളിൽ നിന്ന് ലൈവായി കാണുന്നവർ, അതിനുശേഷം കാണുന്നവർ, എൻകറേജ് ചെയ്യുന്നവർ, എൻകറേജ്ഡ് ആയവർ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്തവർ, എല്ലാവർക്കും നന്ദി 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 നന്ദി. ഈ വർഷം ഡിസംബർ 31 മുൻപ് നമ്മുടെ ഹൃദയം, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ മനസ്സ്,
നമ്മുടെ ബോഡി എല്ലാം വചനം കൊണ്ട് നിറയണം, സാച്ചുറേറ്റഡ് ആകണം. നമ്മുടെ യെരമ്യാ പറഞ്ഞ പോലെ ഈ അസ്ഥികളുടെ അകത്തിരിക്കുന്ന എന്താ? മജ്ജയുടെ അകത്ത് വരെ ദൈവത്തിൻ്റെ വചനം കയറണം. എബ്രായ ലേഖനം 4:12 പറയുന്നത് അങ്ങനെയാണ്. സന്ധി മജ്ജകളെ തുളച്ച് കയറി വേർവിടിക്കുന്നത് പോലെ തുളച്ച് കയറുന്ന ഒരു പെനിട്രേറ്റിംഗ് പവർ ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. കാരണം ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും, അന്നത്തെ കാലത്തുള്ള റോമൻ പടയാളികളുടെ അരയിൽ തൂങ്ങിക്കിടക്കുന്ന വാളിനേക്കാളും മൂർച്ചയുള്ള, ഷാർപ്പർ ദാൻ എനി ടു എഡ്ജ്ഡ് സ്വോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വചനമാണ് നമ്മൾ ഈ മോർണിംഗ് ഗ്ലോറിയിൽ പഠിക്കുന്നത്. ഐ ആം റിയലി എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡിവോഷൻ ഡയറി എടുക്കുക. ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഇപ്പോൾ തന്നെ ഈ മിടുക്കികളൊക്കെ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലെ സന്തോഷം ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, തമിഴിൽ, ഹിന്ദിയിൽ, നിങ്ങൾക്കറിയാവുന്ന ഭാഷകളിൽ അന്യഭാഷ ഒഴിച്ച് ടൈപ്പ് ചെയ്യുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് Romans 14 and verse number 17, one of my favorite verses. The kingdom of God is righteousness, peace and joy in the Holy Spirit. ദൈവരാജ്യം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, പകരം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ. റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. അപ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ് ദൈവരാജ്യം. സോ വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്? അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും ഒന്നുമല്ല, അതൊക്കെ ശരീരത്തിൻ്റെയാണ്. പകരം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്ര. അതിലെ ഏറ്റവും അവസാനം പറഞ്ഞ പരിശുദ്ധാത്മാവിലെ സന്തോഷം, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതാണ് ഇന്നത്തെ ഫോക്കസ് വേർഡ്. ഡെക്ലറേഷൻ നോക്കുക. ജോയ് ഓവർഫ്ലോസ് ഇൻ മീ ടുഡേ. എന്നിൽ സന്തോഷം നിറഞ്ഞ് കവിയുന്നു. ദ ഹോളി സ്പിരിറ്റ് ഫിൽസ് മൈ ഹാർട്ട് വിത്ത് സ്ട്രെങ്ത് ആൻഡ് സെലിബ്രേഷൻ. പരിശുദ്ധാത്മാവ് എന്നിൽ എൻ്റെ ഹൃദയത്തെ ശക്തി കൊണ്ടും ആഘോഷം കൊണ്ടും ഉല്ലാസം കൊണ്ടും നിറയ്ക്കുന്നു. അതേ പേജിലുള്ള ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വായിച്ച് അത് ടിക്ക് ചെയ്തിട്ട് കിടക്കുക. സോ ജോയിൻ ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് 4 കാര്യങ്ങൾ പതിവ് പോലെ ഞാൻ പറയാൻ പോകുന്നു. നമ്പർ 1, കുറിച്ച് വെക്കുക, ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. ജോയ് ഈസ് എ കിങ്ഡം റിയാലിറ്റി, നോട്ട് എ ഹ്യൂമൻ ഇമോഷൻ. സന്തോഷം ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യമാണ്, മാനുഷികമൊരു വികാരം മാത്രമല്ല. കേവലം ഒരു മാനുഷിക വികാരം എന്നതിനേക്കാൾ ജോയ്, സന്തോഷം ദൈവരാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കാം. കേവലം മാനുഷികമായ വികാരം എന്നതിനപ്പുറത്ത് സന്തോഷം ദൈവരാജ്യത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരാളെ എങ്ങനെ തിരിച്ചറിയാം? ആ ആൾ സന്തോഷമുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. ദൈവരാജ്യത്തിൽ അല്ലാതെ പുറത്ത് ജീവിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം? അവരുടെ സന്തോഷമുണ്ട്, അസന്തോഷമായിരിക്കും. എവിടേക്കോ ഈ സന്തോഷം എന്ന് പറയുന്നത്, ഒരു പാർക്കിൽ പോകുമ്പോൾ, ഒരു മൂവി കാണുമ്പോൾ, ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കുമ്പോൾ, ഇന്ന് ഇഷ്ടമുള്ള എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പ്ലഷർ ആൻഡ് ഹാപ്പിനെസ്, അതല്ല ജോയ്. ജോയ് ഈസ് റിലേറ്റഡ് ടു സ്പിരിറ്റ്. ഹാപ്പിനെസ് ഈസ് റിലേറ്റഡ് ടു മൈൻഡ്. പ്ലഷർ ഈസ് റിലേറ്റഡ് ടു ബോഡി. എഴുതി വെക്കണം, കുറിച്ച് വെക്കുക. ശരീരത്തിന് ആവശ്യമുള്ളത് പ്ലഷറാണ്. എന്താ അതിനെ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ മലയാളത്തിൽ. ആസ്വാദനം എന്താണെന്ന് വെച്ചാൽ. ഹാപ്പിനെസ് എന്ന് പറയുന്നത്, ഇതിനെല്ലാം സന്തോഷം എന്ന് പറയുമെങ്കിലും ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ വരുന്നതാണ്. മനസ്സിന് വേണ്ടത് ഹാപ്പിനെസ് ലെവലിലുള്ള സന്തോഷമാണെങ്കിൽ ജോയ്, ആക്ച്വൽ പ്യുവർ ഒറിജിനൽ ജോയ്
എന്ന് പറയുന്നത് ആത്മാവിന് ആവശ്യമുള്ള ഒന്നാണ്. നമ്മുടെ സ്പിരിറ്റിൽ വേണ്ടതാണ് ജോയ്. ഒന്നുകൂടി പറയാം, ശരീരത്തിന് വേണ്ടത് പ്ലഷർ, സുഖം, അതാണ് കറക്റ്റ്, സുഖം. ശരീരത്തിന് വേണ്ടത് സുഖമാണ്. ഈ മനസ്സിന് വേണ്ടത് വേണമെങ്കിൽ സാധാരണ രീതിയിലുള്ള സന്തോഷം എന്ന് പറയാം. എന്നാൽ ആത്മാവിന് വേണ്ടത് ആനന്ദമാണ്, ആനന്ദം. ഇത് മൂന്ന് ലെവലാണ്. അപ്പോൾ ചിലർ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ശാരീരിക സുഖങ്ങൾ, അതിൽ മാത്രം ജീവിക്കും. എന്നാൽ ചിലർക്ക് സന്തോഷം കിട്ടിയത് മനസ്സിനൊരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഹാപ്പിനെസ് ഈസ് റിലേറ്റഡ് ടു ഹാപ്പനിങ്സ് എന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ സന്തോഷം ഇരിക്കുന്നത് പല കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോഴുള്ള, ഒരു വീട് കിട്ടി, കാറ് കിട്ടി, ബുള്ളറ്റ് കിട്ടി, ഐഫോൺ കിട്ടി, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ സാംസങ്ങിൻ്റെ ഫോൺ കിട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ കിട്ടി, ചിലങ്ക കിട്ടി, മുക്കുത്തി കിട്ടി, കയ്യിലിടുന്ന വള കിട്ടി, കാലിലിടുന്ന തള കിട്ടി, ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം അതവിടെ അവസാനിച്ചു. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടത് എന്താണ്? സ്വർഗീയമായ ആനന്ദമാണ്. ദാറ്റ് ഈസ് ജോയ്. പൗലോസ് ഇവിടെ പറയുന്നത്, Paul says the kingdom of God is righteousness, peace and joy in the Holy Spirit. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ, that is spiritual, that is originated from the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ദുഃഖത്തിൻ്റെ, വ്യസനത്തിൻ്റെ, നിരാശയുടെ, ഡിപ്രഷൻ്റെ ആത്മാവല്ല. പരിശുദ്ധാത്മാവ്, കമോൺ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ആനന്ദത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ആനന്ദ തൈലം കൊണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്തു. സ്പിരിറ്റ് ഓഫ് ജോയ്, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ഓയിൽ ഓഫ് ജോയ്. ഇവിടെ ഈ പരിശുദ്ധാത്മാവിലെ സന്തോഷം എന്ന് പറയുമ്പോൾ, ഹിയർ ഇൻ ദിസ് വേഴ്സ്, ജോയ് ഈസ് നോട്ട് പ്രസൻറ്റഡ് ആസ് എൻ ഒക്കേഷണൽ ഫീലിംഗ്. വല്ല കാലത്തും വരുന്ന ഒരു വികാരമായിട്ടല്ല ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കിങ്ഡം ലൈഫ്. ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരാളുടെ സ്വഭാവ സവിശേഷതയുടെ ഭാഗമാണ്. ഹാപ്പിനെസ് ഡിപ്പെൻസ് ഓൺ ഹാപ്പനിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു. ജോയ് ഡിപ്പെൻസ് ഓൺ ഗോഡ്സ് പ്രസൻസ്. നമുക്ക് വരുന്ന മാനസിക സന്തോഷം അത് നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ധാന്യം വീഞ്ഞു വർദ്ധിക്കുന്നു, ഗോശാലയിൽ പശുക്കൾ ഉണ്ടാകുന്നു, കൃഷി നല്ല രീതിയിൽ പോകുന്നു, അത്തിവൃക്ഷത്തിൽ ഫലം ഉണ്ടാകുന്നു, അതുപോലെ മുന്തിരിവള്ളിയിൽ ഭയങ്കരമായ ഫലം കായ്ക്കുന്നു, നല്ല വിളവുണ്ടാകുന്നു, ബിസിനസ് ലാഭകരമായി പോകുന്നു, ശമ്പളത്തിൽ വർധനവുണ്ടാകുന്നു, നല്ല പാക്കേജ് കിട്ടി ബ്രദറേ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് മാനസികമാണ്. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് 16-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവൻ്റെ വലത് ഭാഗത്ത്, അവൻ്റെ സന്നിധിയിൽ ആനന്ദവും അവൻ്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു അവർ സ്പിരിറ്റ് മാൻ ആൻഡ് ദാറ്റ് ഈസ് കണ്ടിന്യൂവൽ. അതെല്ലായ്പ്പോഴും ഉള്ളതാണ്. ഈ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും സർക്കംസ്റ്റൻസസിനോട് റിലേറ്റ് ചെയ്യുന്നതല്ല ആത്മാവിലെ സന്തോഷം. ബാക്കിയുള്ളതെല്ലാം ഈ ഭൂമിയോട് കണക്റ്റഡാണ്. യോഹന്നാൻ 15:11, that my joy may be in you and that your joy may be complete. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ആ ഗാഡ് ഈസ് എ ജോയ്ഫുൾ ഗാഡ്. നമ്മുടെ ദൈവം സന്തോഷവാനാണ്. നമ്മുടെ ദൈവത്തിൽ സന്തോഷമുണ്ട്. അവൻ്റെ സന്തോഷമാണ് ഉറവായി നമ്മിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ആത്മാവാണ്. 1 Peter chapter 1 verse number 8, 1 പത്രോസ് 1:8, you believe in him and are filled with an inexpressible and glorious joy. അവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ അതിനെ പറയേണ്ടത്? ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഗ്ലോറിയസ് ജോയ്, പ്രകടിപ്പിക്കാനാവാത്ത മഹത്വകരമായ ഒരു സന്തോഷം, ഒരു ആനന്ദം അവൻ നൽകുന്നു. ഗലാത്യ ലേഖനം 5:22 ജോയ് ഈസ് മെൻഷൻഡ് ആസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിലൊന്നാണ്. നമ്പർ 2, ജോയ് ഈസ് സ്ട്രെങ്ത് ഫോർ ദ ജേർണി. സന്തോഷം യാത്രയ്ക്കുള്ള ശക്തി പകരുന്നു. സന്തോഷം എന്ന് വെച്ചാൽ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം. അത് യാത്രയ്ക്കുള്ള ശക്തി പകരുന്നത് ഇതാണ്. നെഹെമ്യായ ഡിഡ് നോട്ട് സേ ജോയ് ഈസ് എ ലക്ഷറി, ഹി ഈസ് എ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. നെഹെമ്യാവ് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ, നിങ്ങളുടെ ശക്തിയല്ലോ.
അപ്പോൾ ഈ ജോയ് എന്ന് പറയുന്നത് ഒരു ആർഭാടമൊന്നുമല്ല. പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ല ജോയ്. അത് നമ്മുടെ ജോയ് ഹോർമോൺ എന്നൊക്കെ പറയില്ല, പ്ലഷർ ഹോർമോൺ, ഹാപ്പിനെസ് ഹോർമോൺ, അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഹോർമോണുമായി ബന്ധപ്പെട്ട ഒന്നല്ല. അത് പ്ലഷറും എന്തോ ഡോപ്പമിൻ എന്തൊക്കെ പറയുമല്ലോ, ഞാൻ മറന്നുപോയി. അതുമായി ബന്ധപ്പെട്ട സാധനമല്ല ജോയ്. ഈ ജോയ്, ദിസ് ഈസ് കമ്മിങ് ഡയറക്ട്ലി ഫ്രോം ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഒരു വിശ്വാസിക്ക് ഒരു ദിവസം ദൈവരാജ്യത്തിനകത്തോ പുറത്തോ ജീവിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി ദൈവരാജ്യത്തിനകത്താണ്, ശരിയാണോ? കാരണം രക്ഷിക്കപ്പെട്ട സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെ വായിക്കുന്ന സമയത്ത് യേശു ആദ്യം പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ, ആത്മാവിൽ ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കാനത് കാണാൻ പോലും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ആത്മാവിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിലും വചനത്തിലും ഒക്കെ നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അകത്തായി. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ദൈവരാജ്യത്തിൻ്റെ സോണിൽ നിന്നും വെളിയിലിറങ്ങും. ദൈവരാജ്യത്തിൻ്റെ അതിര് വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. വിശ്വാസികൾ ചെയ്യുന്ന പരിപാടിയാണ്. നമുക്കെല്ലാം പറ്റാം. എങ്ങനെ അറിയാം? ദൈവ പൈതൽ എന്നറിയപ്പെടുന്ന ഒരാൾ, വിശ്വാസി, ബോർൺ അഗെയിൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന ഒരാൾ ഡിപ്രഷൻ അടിച്ചിരിക്കുവാണെങ്കിൽ ഉടനെ മനസ്സിലാക്കിക്കോ, ഇയാൾ ദൈവരാജ്യത്തിൻ്റെ സോണിൻ്റെ വെളിയിൽ ഇറങ്ങിയേക്കോ. കാരണം ദൈവരാജ്യത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റോമർ 14:17, ദൈവരാജ്യത്തിനകത്ത് എന്തൊക്കെയുള്ളത്? റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. അപ്പോൾ പരിശുദ്ധാത്മാവിലെ സന്തോഷം അനുഭവിക്കാത്ത ഒരു ദിവസത്തിൻ്റെ പല സ്ലോട്ടുകളുണ്ടെന്നിരിക്കട്ടെ, പല സമയം ഉണ്ടെന്നിരിക്കട്ടെ, ആ സമയത്തൊക്കെ ആളെവിടെയാണ്? പതുക്കെ സ്ലിപ്പ് ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ വെളിയിലിറങ്ങി. അപ്പോൾ ഡിപ്രഷൻ അടിച്ചു, നിരാശ വന്നു. കാരണം ഹാപ്പനിങ്സ് കൊണ്ട്, ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അകത്തോട്ട് എടുത്തിട്ട് നമ്മുടെ ആനന്ദത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി. നെഹമ്യാവ് പറയുക, യഹോവയിലെ സന്തോഷം, ദൈവത്തിലെ സന്തോഷം നിങ്ങളുടെ ബലമല്ലോ. ഈ ജീവിതയാത്ര മുന്നിലേക്ക് പോകാൻ നമുക്ക് ശക്തി വേണം. മുന്നോട്ട് നടക്കണമെങ്കിൽ അല്ലെ, ചിലപ്പോൾ ഭാരങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കാനൊക്കെ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാരങ്ങളെ ചുമക്കണം. ഈ ഭാരവും ചുമന്നുകൊണ്ട് ചില ഭാര്യമാരുടെ ഏറ്റവും വലിയ ഭാരം ഭർത്താവാണ്, ചില ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ ഭാരം ഭാര്യയാണ്, ചില ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരുമിച്ചുള്ള ഭാരം മക്കളാണെന്ന് പറയും. ചിലർക്ക് മാതാപിതാക്കൾ ഭാരമാണ്, സാമ്പത്തിക ഭാരമുണ്ട്, പലതരത്തിലുള്ള ഭാരമുണ്ട്. ഈ ഭാരമൊക്കെ ചുമ്മി വണ്ടി വലിച്ച് മുന്നിലേക്ക് പോകണമെങ്കിൽ ശക്തി വേണം. ആ ശക്തി നെഹമ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിലെ സന്തോഷമാണ്. ഹലോ, 2 കാതുകൊണ്ട് കേൾക്കണം. ദൈവത്തിലെ സന്തോഷം, ദൈവസാന്നിധ്യത്തിലെ സന്തോഷം, പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ് മുന്നിലേക്ക് ഈ ജീവിതയാത്ര കൊണ്ടുപോകാൻ നമുക്ക് ബലം നൽകുന്നത്. ഇതിനൊരു കാരണമുള്ളത്, സന്തോഷമുള്ളൊരു വിശ്വാസി റെസിലിയൻ്റ് ആയിരിക്കും. എ ജോയ്ഫുൾ ബിലീവർ ബിക്കംസ് റെസിലിയൻ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറാനുള്ള ശക്തി. എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും, എല്ലാത്തിൽ നിന്നും വിടുവിക്കപ്പെടും. നീതിമാൻ വീണാലും നിലംപരിചാകുകയില്ല. ബൗൺസ് ചെയ്ത് വരുന്ന പോലെ ഒരു ബോൾ അടിച്ചാൽ അവിടെ ഫ്ലാറ്റായിട്ട് പഞ്ചറായിട്ട് കിടക്കുകയല്ല ചെയ്യുന്നത്. സാധാരണ ബോൾ അടിച്ചാൽ തിരിച്ചു വരും. നമുക്കൊരു അടിയേറ്റാൽ, ജീവിതത്തിലൊരു പ്രഹരമേറ്റാൽ, ഒരു ഉറ്റ സുഹൃത്ത് വന്നൊരു പ്രഹരം തന്നു, മീൻസ് മുഖത്തടിച്ചെന്നല്ല, ചതിച്ചിട്ട് പോയി. നമ്മുടെ ആൺപിള്ളേരുടെയും പെൺപിള്ളേരുടെയും ഭാഷ പറഞ്ഞോട്ടെ, തേച്ചേച്ച് പോയി. ചിലരൊക്കെ തേച്ചേച്ച് പോയി. അയ്യോ, ഇതാ ചതഞ്ഞ് തരിപ്പണമായി കിടക്കുക. പക്ഷെ തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ആവശ്യം എന്താ? ദൈവത്തിലെ സന്തോഷം. സാഹചര്യങ്ങളിലെ സന്തോഷമില്ല, ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കിട്ടുന്ന സന്തോഷമില്ല, റിലേഷൻഷിപ്സിൽ നിന്ന് കിട്ടുന്ന സന്തോഷമല്ല, ദൈവത്തിലെ സന്തോഷം. അതിനെ ശരിക്കും ആനന്ദം എന്നാണ് പറയേണ്ടത്. ഞാനതിനെ ഒന്നുകൂടി ഇങ്ങനെ ആക്കി പറയട്ടെ. ശരീരത്തിന് വേണ്ടത് സുഖം, മനസ്സിന് വേണ്ടത് സന്തോഷം, ആത്മാവിന് വേണ്ടത് ആനന്ദം. അങ്ങനെ അങ്ങ് എഴുതിക്കൂ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടു. ശരീരത്തിന് ആവശ്യമുള്ള സുഖം, മനസ്സിന് ആവശ്യമുള്ളത് സന്തോഷം, ആത്മാവിന് ആവശ്യമുള്ളത് ആനന്ദമാണ്. ഈ ആനന്ദം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പലപ്പോഴും ഇതിങ്ങനെ മാറ്റിമറിച്ച് ഉപയോഗിക്കുന്നുണ്ട്. സന്തോഷം എന്നുള്ളതിന് അതിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാണ് കൺഫ്യൂഷൻ. ഈ കാറ്റഗറി മൂന്നാണ്. ശരീരത്തിന് എന്താണ് ആവശ്യം? സന്തോഷം.
ശരീരത്തിന് ആവശ്യമുള്ള സന്തോഷം തിന്നുക, കുടിക്കുക, ശാരീരികമായ മറ്റ് സുഖങ്ങൾ അനുഭവിക്കുക, ഇതൊക്കെയാണ് ശരീരത്തിന് ആവശ്യമുള്ളത്. എന്നാൽ മനസ്സിന് ആവശ്യമുള്ളത് മനസ്സിൻ്റെ സന്തോഷം. ശരീരത്തിന് സുഖം, മനസ്സിന് സന്തോഷം, ആത്മാവിന് ആനന്ദം. അപ്പം അതാണ് ഏകദേശം കൊള്ളാവുന്ന വാക്കുകളായിട്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ബോഡി നീഡ്സ് പ്ലഷർ, മൈൻഡ് നീഡ്സ് ഹാപ്പിനെസ്, സ്പിരിറ്റ് നീഡ്സ് വാട്ട്? ജോയ്. അങ്ങനെ ടൈപ്പ് ചെയ്തിടുക. 28-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം, മൈ ഹാർട്ട് ലീപ്സ് ഫോർ ജോയ്. അയ്യോ, അത് ഭയങ്കര സംഭവം. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളുന്നു. ഇതിന് ചിലവൊന്നുമില്ല. ഇതിന് കട്ടിൽ മേടിക്കേണ്ട, ഇതിന് വണ്ടി കിട്ടേണ്ട, ഇതിന് ഡ്രസ്സ് കിട്ടേണ്ട, ഇതിന് മൊബൈൽ ഫോൺ കിട്ടേണ്ട. ഈ സാധനം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഉറവുകളെല്ലാം നിന്നിലല്ലയോ എന്ന് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സിംഗേഴ്സ് ആൻഡ് ഡാൻസേഴ്സ്, പാട്ടുകാരും നൃത്തം ചവിട്ടുന്നവരും പറയട്ടെ. അപ്പോൾ പാട്ട് പാടണമെങ്കിൽ, നൃത്തം ചവിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സന്തോഷം വേണം. ഇപ്പോൾ ഈ ഭയങ്കരമായ ഉണർവ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബ്ലെസ്സിങ് ടുഡേയുടെ നിരവധി മീറ്റിങ്ങുകളിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രതിഭാസം ഞാൻ പറയാം. ഭയങ്കരമായ സന്തോഷം വരുന്ന സമയത്ത്, ആനന്ദത്തിൻ്റെ ഉറവുകളൊക്കെ ഒഴുകുന്ന സമയത്ത് ബ്ലെസ്സിങ് ടുഡേ പല മീറ്റിങ്ങുകൾ സൺഡേ സംഭവിച്ചിട്ടുണ്ട്, ഉണർവ് യോഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, എൻകൗണ്ടർ നൈറ്റുകളിൽ സംഭവിച്ചിട്ടുണ്ട്, റിവൈവൽ മീറ്റിങ്സിൽ സംഭവിച്ചിട്ടുണ്ട്, ക്രൂസൈഡുകളിൽ സംഭവിച്ചിട്ടുണ്ട്, കോൺഫറൻസുകളിൽ സംഭവിച്ചിട്ടുണ്ട്, വീട്ടുപ്രാർത്ഥനകളിൽ സംഭവിച്ചിട്ടുണ്ട്. ആനന്ദത്തിൻ്റെ ഉറവുകൾ പരിശുദ്ധാത്മ ഒഴുക്കി വിടുമ്പോൾ ചില സമയത്ത് നാണംകുണുങ്ങികളായ ആണുങ്ങൾ പോലും, സ്ത്രീകൾ പിന്നെ ഒന്ന് ശരീരമൊക്കെ ഒന്ന് അനക്കി നൃത്തം, അങ്ങനെയാണല്ലോ ബോഡി. ആണുങ്ങൾ ചിലരിങ്ങനെ നെഹ്റുവിൻ്റെയൊക്കെ സ്റ്റാച്ചു പോലെയൊക്കെ നിൽക്കുന്നവരാണ്, ഡിഗ്നിറ്റി ഒന്നും കളയാതെ ഭയങ്കരമായ. പക്ഷെ അവരൊക്കെ ആത്മാവിൽ നൃത്തം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നൃത്തം ചെയ്ത് സർക്കിളിലായി കൈ പിടിച്ച് സർക്കിളായി. ഇസ്രായേലിലൊക്കെ പെൺപിള്ളേർ നൃത്തം ചെയ്യുന്നത് പോലെ തപ്പോടുകൂടെയും വിസിലോടുകൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചില ആളുകൾ അതിൻ്റെയൊക്കെ കൊച്ചു വീഡിയോകളെടുത്ത് വളരെ മോശമായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് ടുഡേക്ക് എതിരെ ഇറങ്ങിയിട്ടുള്ള ഒത്തിരി വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. നോ പ്രോബ്ലം, ഇത് വചനമാണെന്നേ. ദാവീദിനൊരു പോളിസി ഉണ്ടായിരുന്നു, സ്വന്തം ഭാര്യ മീഖളിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലായിരുന്നു. നാഷണൽ ഹൈവേയിൽ ഞാൻ നൃത്തം ചെയ്യും. ആർക്ക്? ദൈവത്തിന്. പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് താനങ്ങ് നൃത്തം ചെയ്യും. തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊട്ടാരത്തിൽ കയറി വന്ന സമയത്ത് മീഖൾ ശൗലിൻ്റെ മോളാണ്, അന്നത്തെ രാജാവിൻ്റെ മകൾ രാജകുമാരി. ഇദ്ദേഹം അഭിഷിക്തനാണ്. പക്ഷേ മീഖൾ നാണമില്ലേ? ഈ സ്ത്രീകളും ഇത്രയും മനുഷ്യരൊക്കെ നിൽക്കുന്ന സമയത്ത് രാജാവ് തന്നെത്താൻ അനാവൃതനാക്കി ഇങ്ങനെയാണ് ഡ്രസ്സൊക്കെ മാറി. എന്ത് പരിപാടി! എനിക്ക് തന്നെ നാണവർ. ഇവൾ കിളിവാതിലൂടെ കണ്ട് അവൾ ദൈവത്തെ ആരാധിച്ചില്ല, ഒരു ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞില്ല. പക്ഷെ തൻ്റെ ഭർത്താവ് ജോയ്ഫുൾ ഡാൻസ് കളിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പറഞ്ഞു, മോളെ കൊള്ളാം, നിൻ്റെ കമൻ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിനക്ക് ആയുസ്സിൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അന്നൊരു ബാരനസ് അവളെ കയറി പിടിച്ചു. അവൾ ആയുസ്സിൽ അവൾക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടണമെങ്കിൽ, ഫ്രൂട്ട്ഫുൾനെസ് നഷ്ടപ്പെടണമെങ്കിൽ, ഒന്ന് ആരാധിക്കാതിരിക്കുക, രണ്ട് ആരാധിക്കുന്നവരങ്ങ് നിന്ദിച്ചാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോയ് ഈസ് നോട്ട് ദ റിവാർഡ് ആഫ്റ്റർ വിക്ടറി. ഓഫ്റ്റൻ ഇറ്റ് ഈസ് എ സ്ട്രെങ്ത് ദാറ്റ് ക്യാരീസ് us into victory. എല്ലാവർക്കും സന്തോഷം കിട്ടുന്നത് ഒരു വലിയ സന്തോഷം. ഫുട്ബോളിൻ്റെ ഫൈനൽ കഴിഞ്ഞ് കപ്പ് കിട്ടുന്ന സമയത്ത് എല്ലാവരും തുള്ളും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ള സന്തോഷം. എന്നാൽ ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വലിയ ജയം കണ്ട ശേഷം തുള്ളുന്നതല്ല, തുള്ളി ജയത്തിലോട്ട് പോകുന്നതാണ്. കേട്ടില്ല അല്ലേ? ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ക്രിസ്തീയ സന്തോഷം, ആത്മാവിലെ സന്തോഷം, പരിശുദ്ധാത്മാവിലെ സന്തോഷം ജയം കിട്ടിയ ശേഷം നൃത്തം ചവിട്ടുന്ന സന്തോഷമല്ല, പകരം നൃത്തത്തോടുകൂടെ ജീവിച്ച് ജയത്തിൽ എത്തിച്ചേരുന്നതാണ്, ജയം കാണുന്നതാണ്. നമ്പർ 3, joy thrives even in difficult circumstances. വൈഷമ്യമേറിയ സാഹചര്യങ്ങളിൽ പോലും വളർന്നു വരുന്നതാണ് സന്തോഷം. ഈ പറഞ്ഞ സന്തോഷം, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം.
കാരണം പൗലോസ് തൻ്റെ ഹാർഡ്ഷിപ്സ്, തൻ്റെ കഷ്ടതകളുടെ കാഠിന്യത്തെക്കുറിച്ചുള്ള ലിസ്റ്റുകൾ തൻ്റെ ലേഖനങ്ങളിൽ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. കാരാഗൃഹത്തിൽ കിടന്നതും അനേകവട്ടം, കോലുകൊണ്ട് അടിയേറ്റ് 1 ഉറയ 40 അടി, ദാറ്റ് മീൻസ് 39 അടി വീതം 5 പ്രാവശ്യം. യേശുവിന് 1 കൊണ്ടുള്ളൂ, ഇവിടെ 5 വട്ടം. കപ്പൽ ഛേദം, ഒരു കപ്പൽ ഛേദത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, പല പ്രാവശ്യം കപ്പൽ ഛേദം ഉണ്ടായിട്ടുണ്ട്. കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കാട്ടിലാപത്ത്, നാട്ടിലാപത്ത്, നഗ്നത, പട്ടിണി തുടങ്ങി വലിയ ലിസ്റ്റുകളാണ്. പക്ഷേ ഇത് പറയുമ്പോഴും ഫിലിപ്പ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് റിജോയ്സ് ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കടന്നുപോയ ആ പീഡനം ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ ആളുകൾ സഹിക്കുന്ന പീഡനം വെച്ച് നോക്കുമ്പോൾ അതിഭയങ്കരമായിരുന്നു. ഇന്നത്തേതൊന്നുമല്ല. തുടങ്ങിയുള്ളൂ ക്രൈസ്തവ സഭ, പക്ഷേ ക്രൈസ്തവ സഭ ഭയങ്കരമായ പീഡനങ്ങളിലൂടെ പോയി. പക്ഷെ അവരെല്ലാം അനുഭവിച്ച ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13:52 ദ ഡിസൈപ്പിൾസ് വർ ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അന്നത്തെ കാലത്തെ വിശ്വാസികൾ അവർ സന്തോഷം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. ഫിലിപ്പ് ലേഖനം 4:4 റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, എല്ലായ്പ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ യാക്കോബ് 1:2 കൺസിഡർ ഇറ്റ് പ്യുവർ ജോയ് വെനെവർ യു ഫേസ് ട്രയൽസ് എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പരീക്ഷ സഹിക്കുമ്പോൾ അതിൽ സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. ക്രിസ്ത്യൻ ജോയ് ഈസ് നോട്ട് ദ ഡിനയൽ ഓഫ് പെയിൻ. വേദനകൾ നിഷേധിക്കുന്നതല്ല ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺഫിഡൻസ് ദാറ്റ് ഗോഡ് റിമെയിൻസ് സോവറിൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഇറ്റ്. വലിയ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ പോകുമ്പോഴും എൻ്റെ ദൈവം എന്നെ കരുതും, എൻ്റെ ദൈവം എന്നെ നോക്കും, എൻ്റെ ദൈവം വീണ്ടെടുപ്പുകാരനാണ്, അവൻ ഒരിക്കൽ പൊടിമേൽ നിൽക്കുമെന്നും ദേഹസഹിതനായി ഞാൻ അവനെ കാണുമെന്നും അവൻ എന്നെ ശോധന ചെയ്താൽ പൊന്നുപോലെ ഞാൻ പുറത്തു വരുമെന്നും മൈ റെഡീമർ ലിവ്സ്. വേദനകളുടെ നടുവിലും അകത്തൊരു സന്തോഷത്തിൻ്റെ ഒരു ഉറവ് ദൈവമുണ്ട്. കർത്താവ് ഇത് കാണുന്നു, എന്നെ അവൻ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ള ആ ഭയങ്കരമായ വിശ്വാസം, ഇതൊക്കെയാണ് നമ്മുടെ അകത്ത് വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ, ഈ ഭൂതലത്തിൽ, ഭൂപ്പരപ്പിൽ കുറച്ച് താഴെയായിട്ട് കുറേ ഉറവുകളുണ്ട്. അതാണ് നമ്മൾ പെട്ടെന്നൊരു കിണർ കുഴിച്ചാൽ, ഒരു കുളം കുഴിച്ചാൽ, ഒരു കുഴി കുത്തിയാലൊക്കെ വെള്ളം വരും. അത് ആ ഉപരിതലത്തിലെ സർഫസ് വാട്ടറാണ്. എന്നാൽ അണ്ടർഗ്രൗണ്ട്, ഡീപ്പ് അണ്ടർഗ്രൗണ്ട് സ്പ്രിങ്സ് ഉണ്ട്. വളരെ ആഴത്തിൽ ഭൂഗർഭ ഉറവുകളുണ്ട്. അതിൻ്റെ പ്രത്യേകത, മുകളിൽ മുഴുവൻ ഭൂമി വരണ്ടുണങ്ങിയാലും വിണ്ട് കീറിയാലും ഈ ഏറ്റവും ഭൂമിയുടെ അടിഭാഗത്തുള്ള അണ്ടർഗ്രൗണ്ട് സ്പ്രിങ്സ് അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അത് വറ്റില്ല, വറ്റിക്കാനും പറ്റില്ല. സൂര്യപ്രകാശത്തിലൊന്നും വറ്റുന്ന സാധനമല്ല. കാരണം വളരെ ഡീപ്പ് ലെവലിൽ നിന്ന് വരുന്ന ഉറവാണ്. അതാണ് പരിശുദ്ധാത്മാവിലെ സന്തോഷം. പുറത്ത് പലതും, ചിലപ്പോൾ ആരോഗ്യമൊക്കെ ഇത്തിരി ക്ഷയിച്ചെന്നിരിക്കും, പല്ലൊക്കെ കൊഴിഞ്ഞെന്നിരിക്കും, സ്കിന്നൊക്കെ ഇത്തിരി ചുളുങ്ങിയെന്നിരിക്കും, മക്കൾ നോക്കുന്നില്ല, സഭയിൽ പ്രശ്നം, സമുദായത്തിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, കടുത്ത ദാരിദ്ര്യം, കൂടെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മുകളിൽ ഉണക്ക് കൊണ്ടുവന്നാലും, ക്രസ്റ്റ് മുഴുവൻ ഉണങ്ങിയാലും, ഏറ്റവും ആഴത്തിൽ നിന്നും ഒരു ഉറവ്, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഉറവ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഫീലിംഗ് വരികയാണ് നിങ്ങളെക്കുറിച്ച്. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയോടുകൂടെ ഈ ഉറവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റഡ് ആകാൻ പോവുക. വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ, സ്തുതിക്കുക, ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. എന്ന് വെച്ചാൽ പുറത്ത് മൊത്തം പ്രശ്നം, എവിടെ തിരിഞ്ഞാലും പ്രശ്നം, ഉണക്ക്, ഡ്രൈനസ്, പക്ഷേ അകത്ത്, അകക്കാമ്പിൽ, കോർ ഓഫ് യുവർ ഹാർട്ട്, കോർ ഓഫ് യുവർ പേഴ്സണാലിറ്റി ഒരു ഉറവ്, പരിശുദ്ധാത്മാവിൻ്റെ ഉറവ്. ആർ യു ഇൻട്രസ്റ്റഡ്? വേണമെങ്കിൽ സ്വീകരിച്ചു, വിശ്വാസത്താൽ സ്വീകരിച്ചു. നമ്പർ 4, ദ ലാസ്റ്റ് വൺ, ജോയ് ബിക്കംസ് എ വിറ്റ്നസ് ടു അതേഴ്സ്. സന്തോഷം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണെന്ന്.
ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. സന്തോഷം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണ്. A joyful believer reflects the reality of God's kingdom. കാരണം ഈ സന്തോഷമുള്ള ഒരാൾ ദൈവരാജ്യവുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ നിലനിൽക്കാത്ത രാജ്യം പോട്ടെ, നിലനിൽക്കുന്നൊരു രാജ്യം കർത്താവ് എനിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ അഥവാ ജനങ്ങളെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലുമായിരിക്കും. എന്നെ കൊല്ലുന്നതല്ലാതെ എന്നെ അപ്പുറത്തോട്ട് ഒന്നും ആരും ചെയ്യാൻ പോകുന്നില്ലല്ലോ. എന്നെ വേഗത്തിൽ കൊന്നാൽ ഞാൻ വേഗത്തിൽ അവൻ്റെ മുഖം കാണും. ഇതൊക്കെയായിരുന്നു പൗലോസ് അപ്പസ്തോലൻ്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരു ദൈവദാസൻ രക്ഷിക്കപ്പെട്ടു ടീൻസിലാണെന്ന് തോന്നുന്നു, ടീൻസിലോ 20s ആണ്. നിർബന്ധ പട്ടാള സേവനം വന്നു, പട്ടാളത്തിൽ പോയി. അപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് അധികം നാളുകളായില്ല, കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ട് ഉറവ് തുറന്നേക്കോ. സന്തോഷം ഇങ്ങനെ ഗുമാന്ന് അകത്തുനിന്ന് ഇങ്ങനെ വന്ന്, ഈ കൊക്കക്കോളയുടെ ബോട്ടിലൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നത് പോലെ അകത്തുനിന്ന് സന്തോഷം വന്നുകൊണ്ടിരിക്കുക. ഒറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിനെ കാണണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ശരിക്കും കർത്താവിനെ ആസ് ഇറ്റ് ഈസ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ശരീരം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയാലേ പറ്റുള്ളൂ. വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോയേക്കും, നിർബന്ധമായി രാജ്യത്ത് നിന്ന് വിട്ടേക്കുക. എല്ലാ ദിവസവും ബങ്കറുകളിലകത്തിരുന്നൊരു ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഇന്ന് യുദ്ധം വരും, ഇന്നത്തെ യുദ്ധത്തിൽ ഒരു വെടിയേറ്റ് ഞാൻ മരിക്കട്ടെ, എനിക്ക് നിന്നെ കാണാം. അത് വെറുതെ ഈ പ്രേമനൈരാശ്യമൊക്കെ വന്നിട്ട് ചിലർ പ്രാർത്ഥന ഉണ്ടല്ലോ, എന്നങ്ങ് എടുത്തോണേ, ആ പ്രാർത്ഥന അല്ല. ശരിക്കും ഉള്ളിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നിൻ്റെ മുഖം കാണണം. ആ സാധനമാണ് ആദിമ ക്രൈസ്തവർക്കുണ്ടായിരുന്നത്. ഇപ്പോഴും ശരിക്കും ഒരു ജോയ്ഫുൾ ബിലീവറിനുള്ളത് ആ ആറ്റിറ്റ്യൂഡാണ്. എന്നാ സംഭവിച്ചാലും, ആരൊക്കെ തല്ലിക്കൊന്നാലും, എന്നാ ചെയ്താലും ഞാൻ അവൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത് എന്നുള്ള ദാറ്റ് ഈസ് ഡീപ്പർ ലെവൽ സോഴ്സ്, ദാറ്റ് ഈസ് ഡീപ്പർ ലെവൽ സ്പ്രിങ് അല്ലെങ്കിൽ ഫൗണ്ടെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിയൽ ജോയ്. അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ആകെ കിട്ടുന്നത് ആൻസൈറ്റി, ആങ്കർ, ഡെസ്പെയർ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പക്ഷേ അതിന് നടുവിൽ ഒരു വിശ്വാസി, ഒരു വർക്കർ, ഒരു സ്റ്റാഫ്, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങളായിരിക്കുന്ന ഫീൽഡിൽ നിങ്ങളെ സന്തോഷവാനായി, സന്തോഷമതിയായി ആളുകൾ കണ്ടാൽ അതൊരു സാക്ഷ്യമാണെന്നാണ് ഞാനീ പറഞ്ഞത്. ചിലർക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഡാമിൻ എങ്ങനെ ഉറങ്ങുന്നു, ഡാമിൻ എങ്ങനെ ഇങ്ങനെ സമചിത്തതയോടെ നടക്കുന്നു. കാരണം അതുപോലത്തെ പ്രശ്നങ്ങൾ നടുവിൽ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോടും ചോദിച്ചു കാണും. മത്തായി 5:16, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ പ്രകാശം വിളങ്ങട്ടെ. 126-ാം സങ്കീർത്തനം 2-ാം വചനത്തിൽ, അവർ മൗത്ത്സ് വർ ഫിൽഡ് വിത്ത് ലാഫ്റ്റർ, ഞങ്ങളുടെ വായിൽ ചിരി നിറഞ്ഞിരുന്നു. വാവ്, ഇതിൻ്റെ ഹോളി ലാഫ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ സാധാരണ എല്ലാവരും കൂടി തമാശ പറഞ്ഞിരിക്കുന്ന പരിപാടിയല്ല ഈ പറഞ്ഞേ. ഇത് ദൈവത്തിൽ നിന്നുള്ള ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടുള്ള ചിരിയാണ്. സദൃശവാക്യങ്ങൾ 17:22, എ ചിയർഫുൾ ഹാർട്ട് ഈസ് ഗുഡ് മെഡിസിൻ. ഒരു സന്തോഷമുള്ള ഹൃദയം നല്ല ഔഷധമാകുന്നു. ഏറ്റവും കൂടിയ മരുന്നിനേക്കാൾ നല്ലൊരു മരുന്നാണ്, ഔഷധമാണ് സന്തോഷം. ഒത്തിരി പേർക്ക് എനിക്കറിയാം, കാശുണ്ട്, FD ഉണ്ട്, ഒരു 10 തലമുറ തിന്നാലും തീരാത്ത ആസ്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ സന്തോഷമില്ല. എന്നാൽ സന്തോഷമുള്ളൊരു ഹൃദയം, ദൈവത്തിൽ, ഈ ഭൂമിയിൽ എന്തെല്ലാം എന്നിൽ നിന്നും സ്ട്രിപ്ഡ് അവേ ആയാലും, എന്ന് വെച്ചാൽ എന്നിൽ നിന്ന് പറിച്ച് ഊരിക്കൊണ്ട് പോയാലും എൻ്റെ അകത്തുള്ള ദൈവത്തിലെ സന്തോഷം നഷ്ടപ്പെടുകയില്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ സന്തോഷിച്ച എൻ്റെ വകുപ്പ്. മനസ്സിലായോ? ആഴമേറിയ ദൈവശാസ്ത്രം ഒത്തിരി അവിശ്വാസികൾക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിലെ സന്തോഷത്തിൻ്റെ പ്രതിഫലനം കണ്ട് ആകൃഷ്ടരായി പലരും കർത്താവിലേക്ക് വരും. എനിബഡി ഇൻട്രസ്റ്റഡ്? കൈനീട്ട്. കർത്താവേ, ഈ സന്തോഷം, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, എല്ലാവർക്കും ആ ഉറവെന്ന് തുറക്കട്ടെ. ജീവിതത്തിൽ എന്നാ പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ, വഴിയാത്രയ്ക്ക് ആവശ്യമുള്ള ധൈര്യവും വീറും ശക്തിയും ഈ ഡീപ്പർ ലെവൽ സ്പ്രിങ്സ് കൊണ്ടുവരട്ടെ. ആഴത്തിൽ നിന്നുള്ള ഉറവുകൾ അതിൽ സപ്ലൈ ചെയ്യട്ടെ. കൈനീട്ടാൻ ജീവൻ്റെ ഉറവ് അനുഭവിക്കട്ടെ. അതിൽ തന്നെ ഹെൽത്ത് ആൻഡ് ഹീലിംഗ്, യിരെമ്യാവിൻ്റെ പുസ്തകം 33:6 പ്രകാരം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് എല്ലാവർക്കും ഉണ്ടാകട്ടെ.
എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കുറേ നാളുടെ പുറം വേദന എന്ന് പറഞ്ഞ് ഈ കൈ ഇങ്ങനെ പുറകിലേക്ക് എടുത്തു വെക്കുന്ന ഒരാൾ ഇന്ന് കർത്താവ് സൗഖ്യമാക്കിയാണ്. ഒരു ഇടിമിന്നൽ പോലെ ദൈവശക്തി ആ ശരീരത്തിൽ വ്യാപരിക്കട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ രക്തം സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് റിലേറ്റഡ്, കൗണ്ട് കുറവാണ്, കൗണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ ലുക്കീമിയ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ശരീരങ്ങളിൽ നിറയട്ടെ കർത്താവേ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരുന്നു ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലെ ഉള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഏത് രോഗത്തിനും ഏത് വിഷയത്തിനും പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഓൾ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് ഒത്തിരി നന്ദി. ഞാൻ ആദ്യം വായിച്ചതുപോലെ നിങ്ങൾക്കും ഇന്ന് കമൻറ്റുകളിടാം. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ദിവസം നിങ്ങളുടെ പേരും എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടട്ടെ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.